സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തൻ്റെ എല്ലാമായ ഏട്ടന് തൻ്റെ വിവാഹ ദിനത്തിൻ്റെ തലേ ദിവസം തന്നെ ഇങ്ങനെയൊരു ദുർവിധി വന്നുവല്ലോ എന്നോർത്ത് കൺമണിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. കൺമണിയാകെ തകർന്നു പോകുന്നു. ഏട്ടന് ഇത്രയധികം പ്രശ്നം ഉണ്ടായിരുന്ന കാര്യം കൺമണി അറിയുന്നില്ല. തൻ്റെ വിവാഹം നടത്താൻ വേണ്ടി ഏട്ടന് ഇത്രയും കഷ്ടപ്പെട്ടോ? താൻ എന്തൊരു പാപിയാണ്. ഏട്ടൻ്റെ പ്രശ്നമൊന്നും താൻ ചോദിച്ചുമില്ല, ആരും എന്നോടൊന്നും പറഞ്ഞുമില്ല. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഈ അപകടത്തിലേക്ക് പോകാൻ അനുവദിക്കില്ലായിരുന്നു. പാവമേട്ടൻ എനിക്ക് വേണ്ടിയാണ് കള്ളനായത്. എനിക്ക് വേണ്ടിയാണ് ആ കള്ളക്കടത്തുകാരുടെ പീഡനം മുഴുവൻ സഹിച്ചത്. ഇതൊക്കെ ഓർത്തപ്പോൾ കൺമണിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. എന്ത് തന്നെയായാലും സാഗറും സുജാതയും ഒന്നും മനുഷ്യത്വത്തിലേക്ക് പണത്തിന് വില കൽപ്പിക്കാത്തവരായതുകൊണ്ട് അവരൊരിക്കലും കൺമണിയെ വിട്ടുകളയില്ല. മാത്രമല്ല, ആ കുടുംബത്തിനെക്കുറിച്ചും മനോജിനെക്കുറിച്ചുമൊക്കെ അവർക്ക് നല്ല മതിപ്പാണ്. മനോജ് അങ്ങനെയൊരു തെറ്റുകാരനൊന്നും അല്ല എന്നുള്ള കാര്യം അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്ത് തന്നെയായാലും മനോജിനെ രക്ഷിച്ചേ പറ്റൂ എന്ന് കൃഷ്ണും സാഗറും തീരുമാനമെടുക്കുന്നു. ആ സമയം അവിടെ മരിച്ച വീട് പോലെയാവാണ്. തൊട്ടടുത്ത നിമിഷം വരെ കളിച്ചിരികൾ ഉയർന്ന ആ വീട് പെട്ടെന്നാണ് നിശബ്ദമാവുന്നത്. ധനലക്ഷ്മിയും ഗോകുലുമാണ് ആകെ നട്ടിത്തിരിച്ച് നിൽക്കുകയാണ്. അവർക്ക് ആ ഷോക്കിൽ നിന്നും മുക്തരാകാനായിട്ട് കഴിയുന്നില്ല. ശ്രീനിക്കാണെങ്കിൽ എന്ത് അത്യാവശ്യമാണെങ്കിലും തൻ്റെ മകൻ ഒരു തെറ്റ് ചെയ്തല്ലോ എന്നോർത്തുള്ള ഒരു വേദനയാണ് കേട്ടോ. ആ തെറ്റ് ചെയ്തത് നിയമം അനുശാസിക്കുന്ന ഒരു ശിക്ഷ കിട്ടണം തൻ്റെ മകന്. അറിഞ്ഞിട്ടായാലും അറിയാതെയാണെങ്കിലും തെറ്റ് ചെയ്തവൻ ശിക്ഷ അനുഭവിക്കണം എന്ന നിലപാടിലാണ് ശ്രീനിവാസൻ. കൺമണിയാണെങ്കിൽ സുജാതയുടെ നെഞ്ചിൽ ചാരി കിടന്ന് കരയാണ്. എങ്ങനെ കൺമണിയെ സമാശ്വസിപ്പിക്കണമെന്ന് സുജാതയ്ക്ക് അറിയുന്നില്ല. കൃഷ്ണാണെങ്കിൽ ആശ്വസിപ്പിക്കാൻ പാകത്തിന് കാശ് സാഹചര്യം കൊണ്ട് എടുത്തു കാണുമെന്നും നമുക്കത് തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. മനോജിനെ കുറിച്ച് കൃഷ്ണന് ഒരു തെറ്റിദ്ധാരണയും ഇല്ല. എന്ത് വന്നാലും കൺമണിയുടെ ഏട്ടനല്ലേ, അദ്ദേഹത്തെ എന്ത് ആപത്തിലും ഒറ്റയ്ക്കാക്കാൻ പാടില്ല. താനുണ്ട് ഈ കുടുംബത്തിന് എന്ന് കൺമണിക്ക് കൊടുത്ത വാക്ക് പാലിക്കണം. അവളുടെ സങ്കടം മാറ്റിയെടുത്തേ പറ്റൂ. വളരെ സന്തോഷവതിയായി വേണം അവൾ നാളെ ഖദർ മണ്ഡലത്തിൽ എത്താൻ എന്നുള്ള തീരുമാനമാണ് കൃഷ്ണന്. സുജാതയാണെങ്കിൽ മനോജിനെ എങ്ങനെയെങ്കിലും പോലീസിൽ നിന്നും ഇറക്കണമെന്ന് കൃഷ്ണനോടും സാഗറിനോടുമായിട്ട് പറയുന്നുണ്ട്. അവരെ കാറിൽ കയറാൻ ഒരുങ്ങുമ്പോൾ ശ്രീനിവാസൻ സാഗറിനെ വിളിക്കുന്നു. ഈ കുടുംബത്തിനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരു പകാരം ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ പറയൂ ശ്രീനി എന്ന് പറയാണ് കേട്ടോ സാഗർ. അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബൈക്കിൽ ആ കള്ളക്കടത്തുകാരെ എത്താണ്. കൃഷി അവരെ നേരിടുന്നു. ഇവരൊക്കെ കാണിച്ചത് ചതിയാണ്. ഇതിന് നേരിടേണ്ടത് നിയമം കൊണ്ട് മാത്രമല്ല അച്ഛ എന്നും പറയുന്നുണ്ട്. കൃഷ് ആ നേതാവിൻ്റെ കരണത്തിനിട്ട് അടിക്കുകയാണ്. അടി കൊണ്ട് അയാൾ താഴെ വീഴുന്നുണ്ട്. അങ്ങനെ കൃഷും കൺമണിയും വേറെ ശത്രുക്കളെ കൂടി ഉണ്ടയൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം മറ്റേ ഗുണ്ടകൾ കൃഷ്ണനെ പിന്നിൽ നിന്നും പിടിച്ച് കഴുത്തിന് മുറുക്കുകയാണ്. അങ്ങനെ അഴിയും തോറും കുരുക്ക് മുറുകയാണ് കൃഷ്ണമണിയുടെ ജീവിതം.